ഈ ഗ്രന്ഥങ്ങളൊക്കെ ഇറങ്ങിയത് ഈ പണ്ഡിതന്മാർ ജീവിച്ചിരിക്കുന്ന നാട്ടിൽ അവരുടെ മേൽനോട്ടത്തിലും അവരുടെ നിയന്ത്രണത്തിലുമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഷിർക്കിന്റെ ആശയങ്ങളാണ് എന്ന് പറയുന്നത് ഒരിക്കലും സമ്മതിക്കാൻ പറ്റുന്ന വിഷയമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ഒരു വിഷയമുള്ളത് ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹിയുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ ഒരു സംസാരമുണ്ട്. എന്താണ് പ്രസ്തുത സംസാരം? ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഈ വിഷയത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള ബസ്സാറിന്റെ റിപ്പോർട്ട് കൊടുത്തിട്ട് ഇന്ന ലില്ലാഹി തആല മലായികതൻ ഫിൽ അർളി സിവൽ ഹഫദ യക്തുബൂന മാ യസ്ഖുതു മിൻ വറഖി ഷജർ ഫഇദാ അസാബത് അഹദുകും അറജതൻ ബിഅർദി ഫലാത്തിൻ ഫൽയുനാദി യാ ഇബാദല്ലാഹ് അഈനുനി. നമ്മൾ ആദ്യം ഹദീസുകൾ വായിച്ചപ്പോൾ രണ്ടാമത് വായിച്ച ഹദീസ് ഇബ്നു അബ്ബാസിൽ നിന്നുള്ള ഹദീസ്, അതിൽ ബസ്സാറിന്റെ റിപ്പോർട്ട്. അത് കൊടുത്തതിന് ശേഷം ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയണം ഖുൽതു വറവാഹുൽ ബൈഹഖി ഫി ശുഅബ് മൗഖൂഫൻ കമാ യഅതി. ഈ ഹദീസ് ബൈഹഖി ശുഅബുൽ ഈമാനിൽ ഇബ്നു അബ്ബാസിന്മേൽ മൗഖൂഫായിട്ട് നൽകിയിട്ടുണ്ട്, ഇബ്നു അബ്ബാസിന്റെ വാക്കായിട്ട്. അത് ഇനി വിശദീകരിക്കാൻ പോകേണ്ടതെന്ന് പറയുന്നത് ഫഹാദൽ ഹദീസ് ഇദാ സഹ, ഈ ഹദീസ് സഹിഹായാൽ യുഅയ്യൻ അന്നൽ മുറാദ് ബിഖൗലിഹി ഫിൽ ഹദീസിൽ അവ്വൽ യാ ഇബാദല്ലാഹ് ഇന്നമാ ഹുമുൽ മലായിക. ഈ ഹദീസിൽ ഇബാദല്ലാഹ് യാ ഇബാദല്ലാഹ് എന്ന വാക്ക് കൊണ്ട് നിർണയിക്കപ്പെടുന്നത്, അതിന്റെ ഉദ്ദേശം നിർണയിക്കപ്പെടുന്നത് ഇന്നമാ ഹുമുൽ മലായിക, ഇബാദല്ലാഹ് എന്ന് പറഞ്ഞാൽ മലക്കുകൾ മാത്രമാണ്. മലക്കുകൾ മാത്രമാണ് അവിടെ ഇബാദല്ലാഹ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഫലാ യജൂസു അൻ യൽഹഖ ബിഹിം അൽ മുസ്ലിമൂന മിനൽ ജിൻ, ജിന്നുകളിൽപ്പെട്ട മുസ്ലിമീങ്ങളെയും അവിൽ ഇൻസ് മിമ്മൻ യുസമ്മൂനഹും ബിരിജാലിൽ ഗൈബ് മിനൽ ഔലിയാഇ വസാലിഹീൻ, ഔലിയാക്കളിലും സാലിഹീങ്ങളിലും പെട്ട റിജാലുൽ ഗൈബ് എന്ന് പറയപ്പെടുന്ന മനുഷ്യരെയും ഫലാ യജൂസു അൻ യുൽഹഖ ബിഹിം, ഇവരിലേക്ക് ചേർക്കപ്പെടൽ അനുവദനീയമല്ല. ഇവിടെ മലക്ക് മാത്രമാണ്, റിജാലുൽ ഗൈബും അല്ല ജിന്നും അല്ല, മുസ്ലിം ജിന്നും അല്ല. സവാഉൻ കാനു അഹ്യാഅൻ ഔ അംവാത, അവർ ജീവിച്ചിരിപ്പുള്ളവരാകട്ടെ മരിച്ചവരാകട്ടെ. ഫൈനൽ ഇസ്തിഗാസത ബിഹിം, കാരണം അവരോടുള്ള ഇസ്തിഗാസ, ആരോട്? ജിന്നുകളോട്, മുസ്ലിം ജിന്നോട്. അതേപോലെ തന്നെ റിജാൽ ഗൈബ് എന്നോടുള്ള ഇസ്തിഗാസ. വ തലബുൽ ഔനി മിൻഹും, അവരിൽ നിന്ന് സഹായം ആവശ്യപ്പെടൽ ഷിർക്കുൻ ബയ്യിനുൻ, അത് വ്യക്തമായ ഷിർക്കാകുന്നു. ലിഅന്നഹും ലാ യസ്മഊന ദുആ, കാരണം അവർ ദുആ കേൾക്കുകയില്ല. വലൗ സമിഉ, അവർ കേട്ടാൽ തന്നെയും ലമസ്തതാഉൽ ഇസ്തിജാബ, അവർക്ക് ഉത്തരം ചെയ്യുവാൻ സാധിക്കുകയില്ല. വ തഹ്ഖീഖിർ റഗ്ബ, ആഗ്രഹം സാക്ഷാത്കരിക്കുവാനും സാധിക്കുകയില്ല. വഹാദ സരീഹുൻ ഫി ആയാത്തിൻ കസീറ, ഇത് ധാരാളം ആയത്തുകളിൽ സുവ്യക്തമാണ്. മിൻഹ ഖൗലുഹു തബാറക വതആല വല്ലദീന തദ്ഊന മിൻ ദൂനിഹി മാ യംലിഖൂന മിൻ ഖിത്മീർ ഇൻ തദ്ഊഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമിഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകിക്കും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. അപ്പോൾ ഈ ഹദീസ്, ഈ ആയത്ത്, അതുപോലെ ഇതേപോലുള്ള ആയത്തുകളിലൊക്കെ ഈ ആശയം വ്യക്തമാണ്. അഥവാ ജിന്നുകൾ, അതേപോലെ തന്നെ റിജാലുൽ ഗൈബ്, ഇവരൊന്നും വിളി കേൾക്കൂല, ദുആ കേൾക്കൂല, കേട്ടാൽ തന്നെയും ഉത്തരം ചെയ്യാൻ അവർക്ക് സാധിക്കൂല, ആഗ്രഹം സഫലീകരിച്ചു തരാനും സാധിക്കൂല എന്നത്. അപ്പൊ ഇവിടെ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് ഹദീസിന്റെ ഉദ്ദേശം മലക്കുകൾ മാത്രമാണെന്നാണ്. ഇന്ന ലില്ലാഹി തആല മലായികതൻ ഫിൽ അർദ് സിവൽ ഹഫള, ഹഫളത്തല്ലാത്ത മലക്കുകളാണ് ഇവിടെ ഉദ്ദേശം. അല്ല, മലക്കുകൾ അള്ളാഹ്ക്ക് ഭൂമിയിലുണ്ട്. യക്തുബൂന മാ യസ്ഖുതു മിൻ വറഖി ഷജർ. അപ്പൊ ഇവിടെ ഹദീസിന്റെ ലഫ്ദിൽ മലക്കുകൾ എന്ന് നിർണയിക്കപ്പെട്ട്, എന്നിട്ട് ഫൈദ അസാബത്ത് അഹദുക്കും അറജത്തുൻ ബി അർദി ഫലാത്തിൻ, ഒരു വിജനതയിൽ ഒരാൾക്കൊരു പ്രയാസം നേരിട്ടാൽ ഫൽയുനാദി യാ ഇബാദല്ലാഹ് അഈനു ഇബാദല്ലാഹ് അഈനുനി, ദാസന്മാർ, അള്ളാന്റെ ദാസന്മാരെ എന്നെ സഹായിക്കണമേ എന്ന് വിളിച്ചോളിയും എന്ന് പറഞ്ഞു. അപ്പോൾ മലക്കുകളുണ്ട് അള്ളാഹ്ക്ക് ഭൂമിയിൽ. നിങ്ങൾക്കൊരു പ്രയാസം നേരിട്ടുണ്ടെങ്കിൽ അള്ളാന്റെ ദാസന്മാരെ എന്നെ സഹായിക്കണമേ എന്ന് വിളിച്ചോളിയും എന്ന ഈ വിളിയിൽ മലക്കുകൾ മാത്രമാണ് ഉദ്ദേശം എന്നാണ് ആര് പറയുന്നത്? ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. എന്ത് മനസ്സിലാക്കാൻ സാധിച്ചു? വിജനതയിൽ എത്തിപ്പെട്ട ഒരു വ്യക്തിക്ക് ഒരു പ്രയാസം നേരിട്ടാൽ ഇബാദല്ലാഹ് അഈനു, ദാസന്മാരെന്നെ സഹായിക്കണമേ, അയാൾ ഉദ്ദേശിക്കുന്നത് മലക്കാണ് എങ്കിൽ അതിലെന്തില്ല? ഷിർക്കില്ല. അപ്പൊ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് എന്താണ്? ഇങ്ങനെ ഒരു വിളി വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിലെന്തില്ല? മലക്കുകളെ ഉദ്ദേശിച്ച് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഷിർക്കില്ല. ആ മലക്കിനെ മലക്കിനെ വിളിച്ചു തേടാൻ, മലക്കിനോട് ദുആ ഇരക്കാൻ,
പറഞ്ഞു, അല്ലെങ്കിൽ ഷിർക്ക് പ്രചരിപ്പിക്കാൻ അൽബാനി പറഞ്ഞു എന്നാരെങ്കിലും ഇതിന്റെ പേരിൽ പറയോ? ഇത്തരം വാദങ്ങൾ പറയുന്നവർക്ക് പറയേണ്ടി വരും. അൽബാനി പറയുന്നത് ഇവിടെ മലക്ക് എന്ന് നിർണ്ണയിക്കപ്പെട്ടിട്ടുണ്ട്, ഇവിടെ മുസ്ലിം ജിന്നിനെയോ ഇവിടെ റിജാൽ ഗൈബിനെയോ ഉദ്ദേശിക്കപ്പെടാൻ പറ്റൂല എന്നാണ്. യഥാർത്ഥത്തിൽ ഈ ഹദീസിന്റെ തേട്ടമാണ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. കാരണം എന്താ, ഇതിന്റെ തുടക്കത്തിൽ പറയുന്നത് ഇന്നലില്ലാഹി തആല മലായികത്തുൻ ഫിൽ അർള്, അല്ലാഹുക്ക് ഭൂമിയിൽ മലക്കുകളുണ്ട്, സിവൽ ഹഫള ഹഫളത്തല്ലാതെ തന്നെ മലക്കുകളുണ്ട് എന്നാണ്. അപ്പൊ ഇവിടെ മലക്കുകൾ മാത്രമാണ് ഉദ്ദേശം എന്നുള്ളത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലയുടെ ഈ ഹദീസിൽ നിർണയിക്കപ്പെട്ടു. അതുകൊണ്ട് മലക്കുകളാണ് ഇവിടെ ഉദ്ദേശം. മലക്കുകളെ വിളിച്ചാൽ ആ വിളി എന്തല്ല, ശിർക്കൻ വിളിയല്ല, അത് മലക്കിനോട് ദ്വാരക്കലാണെന്ന് പറയാനും പറ്റുകയില്ല. പിന്നെ അദ്ദേഹം പറയുകയാണ് ഇവിടെ മുസ്ലിം ജിന്നോ അതേപോലെ തന്നെ റിജാൽ ഗൈബോ ചേർക്കപ്പെടാൻ പറ്റൂല. കാരണം അവർക്ക് വിളി കേൾക്കുവാനും ദുആ കേൾക്കുവാനും കേട്ടാൽ തന്നെയും ദുആക്ക് ഉത്തരം ചെയ്യാനും സാധിക്കൂല എന്നാണ്. അത് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ വിഷയത്തിലുള്ള ഒരു പ്രത്യേക നിലപാടാണ്. നമുക്ക് അതിൽ പറയാനുള്ളത്, ഭൂരിപക്ഷ പണ്ഡിതന്മാരെന്താ പറഞ്ഞത്? ഭൂരിപക്ഷം പണ്ഡിതന്മാർ പറഞ്ഞത് ഈ വിളി ഒരിക്കലും എന്തല്ല, ഷിർക്കൻ വിളിയല്ല. പിന്നെയോ മലക്കിനോട്, അല്ലെങ്കിൽ ഷെയ്ഖ് അൽബാനി പറഞ്ഞതുപോലെ മലക്കിനോട്, അല്ലെങ്കിൽ മലക്ക് അല്ലെങ്കിൽ